Welcome to my channel as a life advisor for your income protection and family wellness. മുൻപ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഫാമിലി ഇൻകം എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ആദ്യം പറഞ്ഞത് തന്നെ നമ്മൾക്ക് റിട്ടയർമെന്റ് ആയിരുന്നു. ആ റിട്ടയർമെന്റ് കുറിച്ച് പറയുന്ന സമയത്തുള്ളൊരു കമ്പാരിസൺ വേണമെന്ന് തോന്നി. ഈ കമ്പാരിസൺ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് മാത്രമാണ് ഏറ്റവും നല്ലത് എന്നുള്ള ആ ഒരു സെൻസിലല്ല പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് വേണം, അത് എങ്ങനെ വേണം എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതില് ഒരു പ്രധാനപ്പെട്ട ചില മറ്റ് ഇൻസ്ട്രുമെന്റ്സ്, റിട്ടയർമെന്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കമ്പാരിസൺ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അതില് പ്രധാനപ്പെട്ട 3 ഇൻസ്ട്രുമെന്റ്സ് ആണ് അതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതിലൊന്നാണ് നമ്മളിപ്പോ കോമൺ ആയിട്ട് നോക്കുന്ന, ആർക്കും അത്ര ഇതില്ലാത്ത കുറച്ച് മുൻപുള്ള ആൾക്കാർ ഇപ്പോഴും അതിങ്ങനെയുള്ളവർ തന്നെയാണ് കൂടുതൽ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ബാങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങളൊരു 1,20,000 rupees വെച്ചിട്ട് ബാങ്കിൽ മാറ്റി വയ്ക്കുകയാണ് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അയാളെ സംബന്ധിച്ചോളം അയാൾ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ഇതൊന്നുമില്ല. എനിക്ക് എന്തൊരു റിട്ടയർമെന്റ് ഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ സേഫ് ആണ് എന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണെങ്കിലും നമ്മൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം. അപ്പൊ 36 lakhs rupees നിങ്ങൾ 30 years അവിടെ ആർഡിയിൽ നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഈ പറയുന്ന 30-60 വയസ്സിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മൊത്തം സംഖ്യ, ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ്, ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇൻട്രസ്റ്റിന്റെ ഒരു ആവറേജ് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇതിൽ 4.5 എന്ന് പറഞ്ഞിരിക്കുന്നത്. ത്രൂ ഔട്ട് 4.5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ത്രൂ ഔട്ട് 4.5 നമുക്ക് കിട്ടുന്ന എമൗണ്ട് 75,99,060 rupees. ഇത് അന്നത്തെ ഒരു റെഗുലർ ഇൻകം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അന്ന് 3.5 ആയിരിക്കും ഒരു ആനുവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുക. അത് മാസമായിട്ടാണെങ്കിലും ഇയർലി ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കും. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇയർലി ഇൻകം ആണ്. 2,65,200 രൂപ, 3.5%. ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്നത് 76 ലക്ഷം രൂപയാണ് തിരിച്ചു കിട്ടുക. അതിന് ടാക്സ് ഇല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഇയർലി ഇൻകം ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടേ കിട്ടുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ്. അത് പെൻഷൻ ആയിട്ടല്ല, ബാങ്ക് ഇൻട്രസ്റ്റ് ആണ്. ബാങ്ക് ഇൻട്രസ്റ്റിന് നമുക്കറിയാം ടാക്സബിൾ ആണ്. ടാക്സ് ഡിഡക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ 3.5-ഉം 4.5 ഒന്നും ഗ്യാരണ്ടീഡ് അല്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് 10 yearsന്റെ ബാങ്ക് ഇൻട്രസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ആവറേജ് എടുത്തിട്ടാണ് ഞാൻ ഈ 4.5-ഉം 3.5 ഒക്കെ പറയുന്നതെങ്കിൽ ഈ പറയുന്നൊന്നും അല്ല ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. വളരെയധികം കുറയാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഈ 30 വർഷം എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ മറ്റ് ചില കൺട്രീസിൽ തന്നെ നമ്മൾക്ക് നോക്കി അറിയാം, നമ്മളുടെ ഫണ്ട് ബാങ്കിൽ വെക്കുന്നതിന് നമ്മൾ പേ ചെയ്യണം. അതല്ലാത്ത ചില കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് 1.1%, 2%. ഇനി നമ്മളെ ഫണ്ട് അവിടെ വെച്ച് തന്നെ നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് കൊടുക്കുന്ന കൺട്രീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ 3.5 എടുത്തു. അടുത്തത് PPF. ഇപ്പൊ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണെന്ന് പറയാം. നിങ്ങൾ PPFന്റെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ 2013-14 മുതൽക്കുള്ള PPFന്റെ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറഞ്ഞു വന്നു. പക്ഷെ ബാങ്ക് ഇൻട്രസ്റ്റ് കുറയുന്ന പോലെ അത്രത്തോളം ഒരു വർഷത്തിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊന്നും കുറയുന്ന സാഹചര്യം വന്നിട്ടില്ല.
ഇപ്പൊ പക്ഷെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുറയുന്നതും ചെറിയ രീതിയിലൊക്കെ കുറയാനുള്ള ചാൻസസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിന്റെ കണ്ടീഷൻ എടുത്തുകൊണ്ട് 6.1% ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് നോക്കുന്ന സമയത്ത് 30 ഇയേഴ്സിൽ നിങ്ങൾക്ക് കോർപ്പസ് ക്രിയേറ്റ് ആണ് 99,74,696 rupees ആണ്. അത് അതേ ഇൻട്രസ്റ്റ് റേറ്റ് ആനുവിറ്റിയിൽ തന്നെ 3.5 അതായത് നമ്മളിപ്പോ ഒരു ആനുവിറ്റി എന്ന് പറയുന്ന ഒരു സെക്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറെ കമ്പനീസ് ഇൻക്ലൂഡിങ് LIC അല്ലെങ്കിൽ ഇന്നിപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ പല കമ്പനീസിന്റെയും ഇൻഷുറൻസ് കമ്പനീസ് തന്നെയാണ് കൂടുതലായിട്ടും ഈ ആനുവിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 95% ആനുവിറ്റിയും ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് LIC തന്നെയാണ്. ഫ്യൂച്ചറിൽ കൊടുക്കാൻ പറ്റുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ബേസിസിലാണ് ഞാൻ 3.5 കോമൺ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ആനുവിറ്റി ബേസിസിൽ. അപ്പൊ ഈ കോർപ്പസ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ 3.5% പെർ ആനം നമ്മൾക്ക് കിട്ടുന്നത് 3,48,000 rupees ആണ്. കോർപ്പസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നോമിനിക്ക് 99,75,000 നമുക്ക് തിരിച്ചു കിട്ടും. അതും ടാക്സബിൾ തന്നെയാണ്. ഈ പറഞ്ഞ ഇൻകം ഒക്കെ ടാക്സബിൾ ആണ്. അടുത്തത് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് SIP. SIP ഇന്ന് 11%, 12%, 13% ഉണ്ട്, അപ് ടു 18% വരേക്കും നിൽക്കുന്ന ബോണ്ട്സ് എല്ലാം ഉണ്ട്. പക്ഷേ ഓൺ ആൻഡ് ആവറേജ് നമ്മൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ന് 11 to 12 അല്ലെങ്കിൽ 13% ഒക്കെ കിട്ടുന്ന ഇതാണ്. ഇത് സെൻസെക്സ് ഡിപ്പെൻഡ്സ് ചെയ്തിട്ടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും മുൻപ് 25-26 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചില ഇൻസ്ട്രുമെന്റ്സ് 30 കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 25 കിട്ടിയിട്ടുണ്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ഓൺ ആൻഡ് ആവറേജ് 9.5 ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അനദർ 30 ഇയേഴ്സിന്റെ കാൽക്കുലേഷനിലാണ് പോകുന്നത്. അപ്പൊ 30 ഇയേഴ്സിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ 9.5 ഓൺ ആൻഡ് ആവറേജ് പറയുന്നുണ്ട്. 1,84,44,741. ഈ പറഞ്ഞതും ഗ്യാരണ്ടീഡ് അല്ല. നമ്മൾ അതിനെ ആനുവിറ്റിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 6,47,500 ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഇയർലി ഇൻകം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇത് 30% സ്ലാബിലാണ് വരുന്നത്. ഡെറ്റ് സം അഷ്യൂർഡ് ആയിട്ട് അവർക്ക് കിട്ടുന്നത് ഫാമിലിക്ക് കിട്ടും 1,85,00,000. ഇതും തുടർന്ന് കിട്ടുന്ന ഗ്യാരണ്ടി പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇനി വേറൊന്ന് SIP ഉണ്ടാകുന്ന വേറൊരു വലിയൊരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലോങ് ടേം ആയിട്ട് SIP കീപ്പപ്പ് ചെയ്ത് പോയിരിക്കുന്ന ഒരു സ്റ്റഡീസ് നോക്കുമ്പോൾ ഒരു 5 to 8% ആൾക്കാരെ ഇത്ര ലോങ് ടേമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഒരു SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞൊരു കോർപ്പസ് നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരികയാണ്. എന്തെങ്കിലും ചെയ്യണം, അതല്ലെങ്കിൽ റിട്ടയർമെന്റ് പിന്നെയും നോക്കാം. പക്ഷെ നമുക്ക് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്ന പറഞ്ഞു അത് ലിക്വിഡേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രക്രിയ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ SIP എത്രത്തോളം സേഫ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഓരോ വ്യക്തികളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇതിന് വേറൊരു കൺട്രോളോ അല്ലെങ്കിൽ വേറൊരു അഡ്വൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നത് കൊണ്ട് ഒരു 10-15 വർഷം കഴിയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ പറഞ്ഞ 9.5 അല്ലാതെ കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു 1 കോടി രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി വീണ് വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾക്ക് SIP കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യങ്ങളെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ പെൻഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മതിയോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ NPS നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് എംപ്ലോയി സ്കീമിൽ കിടക്കുന്ന കാറ്റഗറീസിലുള്ള ആൾക്ക് കുറച്ചൊക്കെ ബെനിഫിറ്റഡ് ആണ്. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷനും വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോർപ്പസ് ഏകദേശം 2,36,39,222 രൂപ വരുന്നുണ്ട്. ആ കോർപ്പസ് നിങ്ങൾ ആനുവിറ്റിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതിന്റെ റൂൾസ് എല്ലാം ഉണ്ട്. 60% നിങ്ങൾക്ക് കുറച്ച് വിഡ്രോ ചെയ്ത് പോവാം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് ആനുവിറ്റിയിലേക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആ വർഷം അന്നത്തെ ആ ആനുവിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3.5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടെന്ന് പറയാം. പക്ഷെ ഇതെല്ലാം ഗ്യാരണ്ടീഡ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇനി വേറൊന്ന്
നമ്മളിപ്പോ NPS തന്നെയാണെങ്കിലും കോൺട്രിബ്യൂട്ട് ബൈ എംപ്ലോയർ ഇല്ലാതെ തന്നെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് 36 lakhs നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിന്റെ കോപ്പസ് ഈ പറയുന്ന 7.1% കൂടിയിട്ട് 1,41,85,172 ആണ് നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട്. അതിലെ ഒരു 40% നമ്മൾ വിഡ്രോ ചെയ്യുന്നു. ബാലൻസ് എമൗണ്ട് ആനുവിറ്റിക്ക് വേണ്ടി കൊടുക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ഓഫ് ദ കോർപ്പസ് 85 lakhs ആണ് നമ്മൾ ആനുവിറ്റിക്ക് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ 3.5% നോക്കിയാൽ 2,97,500 ആണ് നമ്മൾക്ക് കിട്ടുന്ന ആനുവിറ്റി. അതും ടാക്സബിൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇപ്പൊ 2,95,000 ടാക്സബിൾ ആണ്, 8,36,000 ടാക്സബിൾ ആണ്, 30%ലേക്ക് പോകും. മറ്റേത് 2,97,000 എന്നുള്ളത് മേ ബി നമ്മൾക്ക് അന്നത്തെ ഇൻകം ഇത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് വെച്ച് കുറച്ച് മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 20%, 10% കാറ്റഗറിയിലൊക്കെയാണ് നിൽക്കുന്നതെന്ന് വെക്കാം. ഇപ്പൊ PPFന്റെ 20% സ്ലാബിലായിരിക്കും, 10% സ്ലാബിലായിരിക്കും. ഈ ടാക്സബിൾ 10 ഉണ്ടാകുമെന്ന് തന്നെ പറയാൻ പറ്റില്ല. സോ ബിഗിനിങ് തന്നെ മേ ബി ഒരു 20 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം എക്സംപ്റ്റഡ് ആയിട്ട് പോവാം. എന്നിരുന്നാലും ഈ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നോ, ഈ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് 3.5ലേക്ക് നമ്മൾ അവിടെ എത്തുമെന്നോ, ഈ എമൗണ്ട് കിട്ടുമെന്നോ ഒരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അടുത്ത പ്രോഡക്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ 36 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള കോർപ്പസ് എന്ന് പറയുന്നത് 2,27,90,850 ആണ്. അതായത് നിങ്ങൾ ആദ്യത്തെ പെൻഷൻ എമൗണ്ട് വാങ്ങിച്ച് 3,08,000 രൂപയാണ് ഞാൻ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞത്. ആദ്യത്തെ പെൻഷൻ എമൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ വിഡ്രോ ചെയ്ത് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2,27,00,000 രൂപയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത്. അതല്ല, പെൻഷൻ കണ്ടിന്യൂ ചെയ്യാണ് 3,08,000. ഈ പറയുന്ന 3,08,000 എന്നുള്ളത് ഇന്ന് തീരുമാനിക്കുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു ഇൻകമാണ്. ആ ഇൻകം 30 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് തരാം എന്ന് നിങ്ങളുടെ ബോണ്ടിൽ അടിച്ചു തരുന്നു. ആ ഇൻകം ആയിരിക്കും ആഫ്റ്റർ 30 years അല്ലെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രീമിയം പേയ്മെന്റ് 15 years ആണോ, 20 years ആണോ, 25, 30. അപ്പൊ ഏത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന പീരീഡിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഇൻകം ആണോ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് 3,08,000 രൂപയാണ്. അപ്പൊ ആ എമൗണ്ട് ബോണ്ടിൽ പ്രിന്റ് ചെയ്ത് തരും. അത് ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഇനി നോക്കൂ, എന്റെ ഇൻസ്ട്രുമെന്റ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നിങ്ങൾക്ക് ഇൻക്രീസിംഗ് സം അഷ്യൂർഡ് ആണ്, ഇൻക്രീസിംഗ് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ബോണസ് ആയാലും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻക്രീസിംഗ് ബെനിഫിറ്റ് കവറേജിന്റെ നിങ്ങൾക്ക് 10% ലെസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഡെത്ത് കോർപ്പസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യണം ആ സമയം വരെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു 100 വയസ്സായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100ാമത്തെ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 2,93,31,750 രൂപ തിരിച്ചു തരും. ഈ എമൗണ്ടും ടാക്സ് ഫ്രീ ആണ്. നോക്കൂ, ഈ 2,93,00,000 ഇന്നത്തെ ടാക്സ് ബെനിഫിറ്റ് നോക്കിയാൽ ആ സമയത്ത് 35% ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ട് എവിടെ കിട്ടും? മറ്റുള്ളതിലെല്ലാം നിങ്ങൾ കിട്ടുന്ന ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് നിങ്ങളിപ്പോ SIPD ആണോ അല്ലെങ്കിൽ NPSന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ ടാക്സ് ഒന്ന് പേ ചെയ്ത് നോക്കിയേ. അപ്പോ ഇതില് NPSന്റെ അല്ലെങ്കിൽ നിങ്ങൾ ആനുവിറ്റിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ടാക്സ് വരുന്നില്ല എങ്കിലും ആ ഒരു കാറ്റഗറിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു എമൗണ്ടും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. നേരെ മറിച്ച് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് കവറേജ് കിട്ടുന്നു, 3,08,000 രൂപ വെച്ചിട്ട് ഇൻകം കിട്ടുന്നു. നിങ്ങളുടെ നിന്നുള്ള ഒരു അസറ്റ് നിങ്ങൾ നഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന 2,93,00,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് അയക്കുമോ എന്ന് വീണ്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാം. കാരണം നിങ്ങൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. 2,93,00,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ കയ്യിലുണ്ട്, പക്ഷെ കിട്ടണമെന്നുണ്ടെങ്കിലോ? അപ്പൊ അതിനെ കുറിച്ചിട്ട് വളരെയധികം ചിന്തിക്കുക. മാസം വരുമാനം കിട്ടുന്ന ഒരാള് വീട്ടില് ഉണ്ട്, അത്
എല്ലാ ആൾക്കാരെ സംബന്ധിച്ചോളം അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവർ കെയർ ചെയ്യേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായി നോക്കും. അതിലൊന്നും ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരം പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾക്ക് വീണ്ടും കമ്പാരിസൺ എടുക്കാം. ആ കമ്പയർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എത്രത്തോളം നിങ്ങൾക്ക് സെൽഫായിട്ട് ഗുണം ചെയ്യുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നോക്കൂ, ഇതില് ബാങ്കിൽ നമ്മളൊരു 50 lakhs ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട് 50 lakhs. അതിനും കമ്പാരിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ബാങ്കിൽ 50 lakhs ഉണ്ട്, അത് FD ഇട്ടിട്ടുണ്ട്. 7% ഇന്നത്തെ 3% TDS ഡിഡക്ട് ചെയ്യും. 5% 5 yearsന് 5.8% വെച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ഡിഫറെന്റ് ഇൻട്രസ്റ്റ് കൊടുത്ത് ഈ പറയുന്ന 15 years കഴിയുന്ന സമയത്ത് നമുക്ക് എല്ലാ ടാക്സ് ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് 1 crore 8 lakhs ആണ് നമ്മൾക്ക് കിട്ടുന്ന ഒരു കോർപ്പസ്. ഗ്യാരണ്ടീഡ് ആയിട്ട് പറഞ്ഞല്ല, നമ്മൾ അസംഷനിൽ വരുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന എമൗണ്ട് അന്നത്തെ ആനുവിറ്റിയിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 3,01,517 ആണ്. അതും ടാക്സബിൾ തന്നെയാണ്, നോട്ട് ഗ്യാരണ്ടീഡ് ആണ്, ടാക്സബിൾ തന്നെയാണ്. നമുക്ക് മറ്റുള്ളതിലെല്ലാം നമുക്ക് 15th year കഴിയുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം നോക്കൂ, 3,36,600 വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് അത് ടാക്സ് ഫ്രീ കൂടിയാണ്. ഇനി ബാങ്കിൽ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, അതിൽ ഇൻകം ബേസ് ചെയ്ത് നമ്മൾ ആനുവിറ്റി വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നമ്മളെ കവറേജ് കൂടുക അല്ലെങ്കിൽ അതില് ആ പ്രോഡക്റ്റ് ഗ്രോത്ത് ഉണ്ടാകുക അങ്ങനെയുള്ള ഒന്നുമില്ല. അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നോമിനിക്ക് തിരിച്ചു കൊടുക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന 3.5 എന്നുള്ള എവറി 2 years കൂടുമ്പോഴെല്ലാം നമുക്കത് റിവൈസ് ചെയ്ത് എമൗണ്ട് കുറയാം, അല്ലെങ്കിൽ ഭാഗ്യമാണെന്നുണ്ടെങ്കിൽ കൂടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും തീരുമാനങ്ങൾക്ക് മാറ്റം വരും. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ ഒരിക്കലും കൂടാനുള്ള സാഹചര്യമില്ല, കുറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സാഹചര്യമാണ് കൂടുതലും. അങ്ങനെ വരുന്ന സമയത്ത് 3.5 ബിലോ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന 5 years 10 years 15 years നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും നമുക്ക് കിട്ടുന്ന ഇയർലി ഏർണിങ്സ് കുറഞ്ഞു പോകും എന്നുള്ള ഒരു ചാൻസസും ഇല്ല. അതേ സ്ഥാനത്തോ നമ്മൾ ഇരിക്കുന്ന കോർപ്പസ് ഇയർലി അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ഇന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാരിറ്റി വേണം എന്നുള്ള ആൾക്കാർക്കും ഉടൻ തന്നെ എനിക്ക് മെയിൽ ചെയ്യാം. അതിന് തിരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച് വൺസ് മോർ.